എല്ലാവർക്കും നമസ്കാരം. അക്കൗണ്ടിങ്ങിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഏരിയയിൽ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ടാമത്തത് P&L അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഈസ് ഷോൺ ഇൻ. ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഈസ് ഷോൺ ഇൻ. ഓപ്ഷൻ എ, ഡെബിറ്റ് സൈഡ് ഓഫ് P&L account. Option B, credit side of P&L account. Option C, asset side of balance sheet. Option D, none of the above. Bad debt recovered എവിടെ കാണിക്കും എന്നാണ്. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഇർറിക്കവറബിൾ പോർഷൻ ഓഫ് സൺട്രി ഡെറ്റേഴ്സ്, അല്ലെ? കിട്ടാക്കടം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ അത് കിട്ടി, അപ്പൊ അതൊരു ഇൻകം ആണ്, അല്ലെ? അപ്പൊ ആ ഇൻകം എവിടെ കാണിക്കുന്നത്? P&L അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ വേണം അത് കാണിക്കാൻ. ഓക്കെ, നമുക്കറിയാലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അതിന്റെ ഡെബിറ്റ് സൈഡിൽ എന്താണ്? എക്സ്പെൻസസ് ആണ്. ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകം, അല്ലെ? അപ്പൊ ബാഡ് ഡെറ്റ് റിക്കവേർഡ് എവിടെയാ കാണിക്കുന്നത്? P&L അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. ഓക്കെ, P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്താണ്? എക്സ്പെൻസസ് ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ അസറ്റുകളാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ബാഡ് ഡെറ്റ് റിക്കവേർഡ് എവിടെ കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ ഈസ് ട്രീറ്റഡ് ആസ്. ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ ഈസ് ട്രീറ്റഡ് ആസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ, ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്. ഓപ്ഷൻ ബി, ക്രെഡിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്. Option C, drawings. Option D, none of the above. നോക്കൂ, ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ. ഓണർ കൊടുത്ത ഇൻകം ടാക്സ് അത് ഡ്രോയിങ്സ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഡ്രോയിങ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിന്റെ ക്യാപിറ്റലിന്റെ കൂടെയാണ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മിക്ക സ്റ്റുഡൻസും ആൻസർ ചെയ്യുന്നത് ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട് ആണ്. പക്ഷെ അല്ല, ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ഓണർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ അത് ക്യാപിറ്റലിലാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് റെപ്രസെന്റ്സ്. ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് റെപ്രസെന്റ്സ്. P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ഇൻകം. ഓപ്ഷൻ ബി, എക്സ്പെൻസസ്. ഓപ്ഷൻ സി, പ്രോഫിറ്റ്. ആൻഡ് ഓപ്ഷൻ ഡി, ലോസ്. ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട്. എന്താണ് ഡെബിറ്റ് ബാലൻസ്? ഒരു അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ അങ്ങനെയാണെങ്കിലാണ് ഈ അക്കൗണ്ടിന് എന്തെന്ന് പറയുന്നത്? ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, അപ്പൊ നോക്കിയേ, ആ P&L അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒന്ന് എല്ലാവരും ആലോചിക്കുക. P&L അക്കൗണ്ടിന്റെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ്, അത് ക്രെഡിറ്റ് സൈഡിലാണ്. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ. ഗ്രോസ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വരും. പിന്നെ ഡെബിറ്റ് സൈഡിൽ എന്താണ്? എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് സൈഡിലാണ്. സെയിൽസ് ഒഴികെയുള്ള ഇൻകം ഒക്കെ ക്രെഡിറ്റ് സൈഡിലാണ്. ഏറ്റവും അവസാനം ഡെബിറ്റ് സൈഡിലാണ് നെറ്റ് പ്രോഫിറ്റ്. ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ നെറ്റ് ലോസ്. അപ്പൊ എന്താ? ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് റെപ്രസെന്റ്സ്. ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് കൂടുതലാ, ക്രെഡിറ്റ് സൈഡ് കുറവാണ്, അല്ലെ? അപ്പൊ അതിന്റെ ഡിഫറൻസ് എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലല്ലേ എഴുതണ്ടേ? അപ്പൊ ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ അതെന്താ എഴുതുന്നത്? ലോസ് ആണ്, അല്ലെ? അപ്പൊ ഡെബിറ്റ് ബാലൻസ് ഓഫ് P&L അക്കൗണ്ട് റെപ്രസെന്റ്സ്. അതിന്റെ ആൻസർ എന്താണ്? ലോസ്. ഓക്കെ,
ഇനി നേരെ മറിച്ച് ഈ ക്വസ്റ്റ്യൻ മാറി ചോദിക്കുക, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പി ആൻഡ് അക്കൗണ്ട് റെപ്രസെന്റ്സ്, എന്തായിരിക്കും അതിന്റെ ആൻസർ? പ്രോഫിറ്റ് ആണ്, അല്ലെ നെറ്റ് പ്രോഫിറ്റ് ആണ് അതിന്റെ ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, പാർട്ണർഷിപ്പ് ഫേം ഹാവ് ടു പ്രിപ്പയർ ദെയർ ബാലൻസ് ഷീറ്റ് ഇൻ ദ ഓർഡർ ഓഫ്. പാർട്ണർഷിപ്പ് ഫേം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏത് ഓർഡറിലാണെന്ന്? ഓപ്ഷൻ എ ലിക്വിഡിറ്റി, ഓപ്ഷൻ ബി പെർമനൻസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോ സോൾ പ്രിപ്പയർഷിപ്പും പാർട്ണർഷിപ്പും അവര് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണ്. ലിക്വിഡിറ്റി. അപ്പൊ രണ്ട് തരത്തിലാണ് മാർഷലിംഗ് എന്ന് പറയുന്നതിനെ. അസറ്റ്സും ലയബിലിറ്റീസും എഴുതേണ്ട ഓർഡറിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ. അത് രണ്ടെണ്ണം ഉണ്ട്. ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്, ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസും ഉണ്ട്. ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താ? ദ എബിലിറ്റി ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ് എന്നാണ്. പെട്ടെന്ന് ക്യാഷ് ആയിട്ട് മാറ്റാവുന്ന ആ ഒരു എബിലിറ്റി. അപ്പൊ ലിക്വിഡിറ്റിയുടെ ഓർഡറിൽ എഴുതുമ്പോ അസറ്റ് സൈഡിൽ ആദ്യം എഴുതേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അതിനുശേഷം ഫിക്സഡ് അസറ്റുകൾ അല്ലെ കറണ്ട് അസറ്റ് എഴുതി കഴിഞ്ഞ ശേഷം ഫിക്സഡ് അസറ്റ്, ഏറ്റവും അവസാനം ഗുഡ് വിൽ എഴുതും. മോസ്റ്റ് അർജന്റ് ലയബിലിറ്റി സൈഡിൽ ആദ്യം എഴുതും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫിക്സഡ് ലയബിലിറ്റിയും, അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്യാപിറ്റൽ വരുന്നത്. ഇതാണ് ലിക്വിഡിറ്റിയുടെ ഓർഡറിൽ. അപ്പൊ ഓർത്തിരിക്കണം, പാർട്ണർഷിപ്പ് ഫേമും സോൾ പ്രിപ്പയർഷിപ്പും ഏത് ഓർഡറിലാണ്? ലിക്വിഡിറ്റിയുടെ ഓർഡറിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ അവർ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻ ദ ഓർഡർ ഓഫ് എന്താണ്? പെർമനൻസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് പുട്ടിംഗ് ദ ഐറ്റംസ് ഓഫ് സിമിലർ നേച്ചർ അണ്ടർ എ കോമൺ ഹെഡിങ്. ഡാഷ് മീൻസ് putting the item of similar nature under a common heading. Option A marshalling, option B grouping, option C posting, and option D none of the above. അപ്പോൾ ഒരേ നേച്ചറുള്ള ഐറ്റം ഒക്കെ ഒരു കോമൺ ഹെഡിങ്ങിൽ എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രൂപ്പിംഗ്. ഓക്കെ, ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റും ലയബിലിറ്റീസും അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഇത് എഴുതുമ്പോൾ ഗ്രൂപ്പിംഗ് ഉണ്ട്, മാർഷലിംഗ് ഉണ്ട്. ഗ്രൂപ്പിംഗ് എന്ന് വെച്ചാൽ ഒരേ നേച്ചറിലുള്ള ഐറ്റത്തൊക്കെ ഒരു കോമൺ ഹെഡിങ്ങിൽ എഴുതും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ടേബിൾ ഉണ്ട്, അല്ലെങ്കിൽ ചെയർ ഉണ്ട്, അല്ലെങ്കിൽ അലമാരി ഉണ്ട് എന്നൊക്കെ വിചാരിക്കുക. ഇതിനെല്ലാം കൂടെ ഒരു കോമൺ ഹെഡിങ്ങിലേക്ക് കൊണ്ടുവരും. എന്താണ്? ഫർണിച്ചർ. അല്ലെ, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതണം, അല്ലാതെ ടേബിള് ചെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും എഴുതാറില്ല. അതുപോലെ പൈസ തരാനുള്ള ആൾക്കാരെയാണ് സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ പൈസ തരാനുള്ള എല്ലാ വ്യക്തികളുടെയും പേര് ബാലൻസ് ഷീറ്റിൽ എഴുതുവോ? ഇല്ല. അതിനൊക്കെ ഒരു കോമൺ ഹെഡിങ്ങിൽ കൊണ്ടുവരും. എന്താണ്? സൺട്രി ഡെറ്റേഴ്സ്. ഇതിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പിംഗ്. ഇനി അസറ്റും ലയബിലിറ്റീസും എഴുതുന്ന ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെ പറയുന്ന പേരാണെന്ത്? മാർഷലിംഗ് എന്ന് പറയും. രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്, ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസും ഉണ്ട്. പിന്നെ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ജേർണലിനെ ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? പോസ്റ്റിംഗ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഗ്രൂപ്പിംഗ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000, പർച്ചേസസ് 35,000, ഡയറക്റ്റ് എക്സ്പെൻസസ് 4,000, സെയിൽസ് 80,000, ക്ലോസിംഗ് സ്റ്റോക്ക് 12,000. കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. എന്ത് കണ്ടുപിടിക്കാനാണ്? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. ഇത്രയും ഓപ്ഷൻ എമൗണ്ട് തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതിൽ സെയിൽസ് തന്നിട്ടുണ്ട് 80,000. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ്
purchases plus direct expenses minus closing stock. ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുക, അത് സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് ആയി. അപ്പൊ നോക്കിയേ, ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര എമൗണ്ട്? 15,000 പ്ലസ് പർച്ചേസസ് 35,000. അപ്പൊ 15,000ഉം 35,000ഉം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 50,000 ആയി. പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് എത്രയാണ്? 4,000. അപ്പൊ 54,000 ആയി. അവിടെ നിന്ന് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? 12,000. അപ്പൊ 54,000 നിന്ന് 12,000 കുറയ്ക്കുമ്പോൾ 42,000. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് 42,000. ഇനി അത് ഏതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി? സെയിൽസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. 80,000 നിന്ന് 42,000 മൈനസ് ചെയ്താൽ ആൻസർ എത്രയാണ്? 38,000. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 38,000. ഓക്കെ, അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതുപോലെ ഫോർമുല ഒന്നും എഴുതണ്ട, എഴുതിയ സമയം പോവും. നമ്മൾ ഇതൊക്കെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് പോയാൽ മതി, അല്ലെങ്കിൽ എഴുതി തീർക്കാൻ സമയം കിട്ടത്തില്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The starting point of P&L account is. The starting point of P&L account is option A, gross profit. Option B, net profit. Option C, to balance brought down. Option D, by balance brought down. P&L അക്കൗണ്ടിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താണെന്നാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ. നമുക്കറിയാമല്ലോ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. P&L അക്കൗണ്ട് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് ആയ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ P&L അക്കൗണ്ട് വരയ്ക്കുമ്പോഴത്തേക്ക്, ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചതിന് ശേഷം P&L അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ അല്ലെ? ഗ്രോസ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഗ്രോസ് ലോസ്. ഈ ഓപ്ഷനിൽ ഇത് ഏതാ ഉള്ളത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ ഉള്ളത് അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫോളോയിങ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇതിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ, ബാലൻസ് ഷീറ്റ് ഈസ് എൻ അക്കൗണ്ട് നോട്ട് എ സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഷീറ്റ് ഒരു അക്കൗണ്ട് ആണ്, സ്റ്റേറ്റ്മെന്റ് അല്ല. ഓപ്ഷൻ ബി, ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് നോട്ട് ആൻ അക്കൗണ്ട്. Option C, balance sheet is both statement and account. And option D, none of these. അപ്പൊ നോക്കിയേ, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഒരു അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഫിനാൻഷ്യൽ പീരീഡിന്റെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് വരയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്, ഒരു അക്കൗണ്ട് അല്ല. അപ്പൊ ഏതാണ് അതിന്റെ ആൻസർ? ഓപ്ഷൻ ബി, ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് നോട്ട് ആൻ അക്കൗണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എന്തല്ല? ഒരു അക്കൗണ്ട് അല്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഐറ്റം ഓഫ് ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ്? Which is the first item of the balance sheet in the order of permanence? ബാലൻസ് ഷീറ്റില് പെർമനൻസിന്റെ ഓർഡറിൽ ചെയ്താൽ അസറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം ഏതാണ്? ഓപ്ഷൻ എ, ക്യാഷ് ഇൻ ഹാൻഡ്. ഓപ്ഷൻ ബി, മെഷീനറി. ഓപ്ഷൻ സി, ഗുഡ് വില്ല്. ഓപ്ഷൻ ഡി, ക്യാഷ് ഇൻ ബാങ്ക്. രണ്ട് ഓർഡർ ആണ് ഉള്ളത് ബാലൻസ് ഷീറ്റിൽ. ഏതൊക്കെയാണ്? ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്, ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ് ഉണ്ട്. ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ. അപ്പൊ ലിക്വിഡിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആ പെർമനൻസ്. ലിക്വിഡിറ്റിയുടെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം അസറ്റ്സിൽ എഴുതേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അതിനുശേഷം ബാക്കിയുള്ള കറണ്ട് അസറ്റ്, പിന്നെ ഫിക്സഡ് അസറ്റ്, ഏറ്റവും അവസാനം എഴുതേണ്ടതാണ് ഗുഡ് വില്ല്. പക്ഷെ പെർമനൻസിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റാ. അപ്പൊ പെർമനൻസിന്റെ ഓർഡറിലാണെങ്കിൽ ആദ്യം എഴുതേണ്ട അസറ്റിൽ ഏതാണ്? ഗുഡ് വില്ലാണ് അല്ലെ?
അപ്പൊ നോക്കിയേ, ഇത് തന്നെയല്ലേ ക്വസ്റ്റ്യൻ. പെർമനൻസിന്റെ ഓർഡറിലാണെങ്കിൽ അസറ്റ് സൈഡിൽ ആദ്യം എഴുതേണ്ട ഏതാണ്? ഗുഡ്വിൽ ആണ്. അപ്പൊ ഓപ്ഷൻ സി എന്താണ്? ഗുഡ്വിൽ ഈസ് ദി ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി liabilities are arranged in the order of option A liquidity, option B solvency, option C accountability, option D permanence. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലയബിലിറ്റീസ് അറേഞ്ച് ചെയ്യേണ്ടത് ഏത് ഓർഡറിലാണ്? ലയബിലിറ്റീസ് ആർ അറേഞ്ച് ഇൻ ദ ഓർഡർ ഓഫ് ഏത് ഓർഡറിലാണ്? പെർമനൻസ്. ഏത് ഓർഡറിൽ വേണം? പെർമനൻസിന്റെ ഓർഡറിലാണ് അവിടെ ലയബിലിറ്റീസ് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫോളോയിങ് വിച്ച് ഇക്വേഷൻ ഈസ് കറക്റ്റ്? താഴെ 4 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഇക്വേഷനിൽ ഏതാണ് കറക്റ്റ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് plus non-operating income. Option C operating profit is equal to net profit plus operating expenses minus operating income. Option D operating profit is equal to net profit minus operating expenses plus non-operating income. ഈ 4 സ്റ്റേറ്റ്മെന്റ് ഇക്വേഷനിൽ ഏതാണ് ശരി? ഇത് പി ആൻഡ് എൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ് ഈ പറയുന്നത്. ഓക്കെ, പി ആൻഡ് എൽ അക്കൗണ്ടില് നോക്കൂ. പി ആൻഡ് എൽ അക്കൗണ്ടില് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ്. അത് ക്രെഡിറ്റ് സൈഡിലാണ്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ് ആണ് എഴുതുന്നത്. ഏതൊക്കെ എക്സ്പെൻസ് എഴുതും? ഓപ്പറേറ്റിംഗ്, ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതുന്നു. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും എഴുതും, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും എഴുതും. ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആണ്. അത് ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് ഇൻകവും എഴുതും, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും എഴുതും. ഓക്കെ, ഡെബിറ്റ് സൈഡിലാണ് ഏറ്റവും അവസാനം എന്ത്? നെറ്റ് പ്രോഫിറ്റ്. അല്ലെ ക്രെഡിറ്റ് സൈഡിലാണ് നെറ്റ് ലോസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് ആണ്. ഓക്കെ, അതായത് ഇവിടെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോ ഇതെല്ലാം ഈ ഫോർമുല നമ്മൾ നോക്കിയാൽ അറിയാം, ഇതെല്ലാം നെറ്റ് പ്രോഫിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 2-3 ഫോർമുല ഉണ്ട്. അപ്പൊ ഇവിടെ ഇതിൽ ഏതാണ് കറക്റ്റ് നോക്കാം. നെറ്റ് പ്രോഫിറ്റ്, ഇതല്ലേ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുക, മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഇതാണ് കറക്റ്റ് ആൻസർ. നോക്കൂ, നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഓക്കെ, ഇതിൽ ഏതാ അപ്പൊ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ, നെറ്റ് പ്രോഫിറ്റ് പ്ലസ് പിന്നെന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. കണ്ടോ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ക്രെഡിറ്റ് സൈഡിൽ മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഓക്കെ, അപ്പോ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ഷോൺ ഇൻ ഓപ്ഷൻ എ ക്രെഡിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി ഡെബിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്, ഓപ്ഷൻ സി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നോക്കൂ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഒരു ഫിക്സഡ് അസറ്റ് വിറ്റ് ലോസ് ആണെങ്കിൽ അതെവിടെ കാണിക്കും? നമുക്കറിയാം പി ആൻഡ് എൽ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അതിന്റെ ഡെബിറ്റ് സൈഡിൽ എന്താ വരുന്നത്? എക്സ്പെൻസും ലോസും അല്ലെ. അപ്പോ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എവിടെയാണ് വരുന്നത്? ഡെബിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ഓക്കെ, ദെൻ അടുത്തത്. Formula to calculate cost of goods sold is
താഴെ കൊടുത്തിരിക്കുന്നതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഓപ്ഷൻ എ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഓപ്ഷൻ ബി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ഡി, നൺ ഓഫ് ദീസ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു എന്താണ്? സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ശരിയല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ്. അതായത് ഇത് കറക്റ്റ് ആയനെ, ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ലെങ്കിൽ ഇത് കറക്റ്റാ. പക്ഷെ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നായിരുന്നെങ്കിൽ ഇത് ശരിയായനെ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ, കറക്റ്റ് ആൻസർ ഏതാണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സാലറീസ് ആൻഡ് വേജസ് അപ്പിയർ ഇൻ. സാലറീസ് ആൻഡ് വേജസ് അപ്പിയർ ഇൻ. ഓപ്ഷൻ എ, പി ആൻഡ് എൽ അക്കൗണ്ട്. ഓപ്ഷൻ ബി, ട്രേഡിംഗ് അക്കൗണ്ട്. ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ആൻഡ് ഓപ്ഷൻ ഡി, ബാലൻസ് ഷീറ്റ്. ഓക്കെ, സാലറീസ് ആൻഡ് വേജസ്. നമുക്കറിയാം വേജസ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്, സാലറി വരുന്നത് പി ആൻഡ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്? സാലറീസ് ആൻഡ് വേജസ് എന്നാണ്. ഓക്കെ, അപ്പൊ സാലറീസ് ആൻഡ് വേജസ് വരുന്നത് എവിടെയാണ്? പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്. എവിടെയാണ്? പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡില്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നോക്കി, ഫസ്റ്റ് വേർഡ് എന്താണ്? സാലറി. സാലറി വരുന്നത് പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലല്ലേ? അപ്പൊ സാലറീസ് ആൻഡ് വേജസ് എവിടെ വരും? പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും. ഇനി നേരെ മറിച്ച് ഇപ്പൊ വേജസ് ആൻഡ് സാലറീസ് എന്നാണ് ചോദിച്ചിരുന്നതെന്ന് വിചാരിക്കുക. ഫസ്റ്റ് വേർഡ് വേജസ് ആ, വേജസ് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാ അല്ലെ? അപ്പൊ വേജസ് ആൻഡ് സാലറി എന്നായിരുന്നെങ്കിൽ അത് ഏത് അക്കൗണ്ടിൽ വന്നേനെ? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വന്നേനെ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്സ് ഓൺലി. ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ്, ഏത് കാര്യങ്ങൾ, ഏതൊക്കെ അക്കൗണ്ടാണ് വരുന്നത്? ഓപ്ഷൻ എ, നോമിനൽ ആൻഡ് പേഴ്സണൽ. ഓപ്ഷൻ ബി, റിയൽ ആൻഡ് നോമിനൽ. ഓപ്ഷൻ സി, റിയൽ ആൻഡ് പേഴ്സണൽ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ്. ഈ ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം അസറ്റും ലയബിലിറ്റീസും ക്യാപിറ്റലും ആണ് അല്ലെ? ഓപ്ഷൻ എ നോക്കിയാൽ നോമിനൽ ആൻഡ് പേഴ്സണൽ. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് എക്സ്പെൻസസ്, ലോസസ്, ഇൻകം ആൻഡ് ഗെയിൻ ആണ്. ഇതൊന്നും ബാലൻസ് ഷീറ്റിൽ ഇല്ല അല്ലെ? അപ്പം ഓപ്ഷൻ എ അല്ല ആൻസർ. ഓക്കെ, ഇനി ഓപ്ഷൻ ബി നോക്കിയാൽ റിയൽ ആൻഡ് നോമിനൽ. നോമിനൽ എന്തായാലും ഇല്ല. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താ ഉണ്ടാവും, കാരണം ഇറ്റ്സ് ആൻ അക്കൗണ്ട് ഓഫ് അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ് എന്നാണ്. അതെന്തായാലും ഉണ്ട് അല്ലെ? പക്ഷെ എന്തില്ല? നോമിനൽ ഇല്ല. അപ്പൊ ഇതും അല്ല ആൻസർ. പിന്നെ ഏതാ? റിയൽ ആൻഡ് പേഴ്സണൽ. ശരിയല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. എന്താണ്? റിയലും പേഴ്സണലും. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ അക്കൗണ്ട് ഓഫ് അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ് എന്നാണ്. അതുണ്ട്. പിന്നെ പേഴ്സണൽ അക്കൗണ്ടും ഉണ്ട്. ഇറ്റ്സ് ആൻ അക്കൗണ്ട് ഓഫ് എന്താണ്? പേഴ്സൺസ് ഓർ എ ഫേം ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇപ്പൊ ക്യാഷ് ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രീപെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ് അല്ലെ? അപ്പൊ അത് ബാലൻസ് ഷീറ്റിൽ ഇല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വിൽ അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ് ആസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മൾ മുൻകൂട്ടി വാങ്ങിച്ച ഇൻകം, ഇത് ബാലൻസ് ഷീറ്റിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ആസ് ആൻ അസറ്റ്. ഓപ്ഷൻ എ, ആസ് ആൻ അസറ്റ്. ഓപ്ഷൻ ബി, ആസ് എ ലയബിലിറ്റി. ഓപ്ഷൻ സി, ആഡഡ് ടു ക്യാപിറ്റൽ. ഓപ്ഷൻ ഡി, ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ. ഓക്കെ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, നമ്മൾ മുൻകൂട്ടി വാങ്ങിച്ചത്, അതൊരു ലയബിലിറ്റി ആണ്. എന്താണത്? എന്തായിട്ടാ ട്രീറ്റ് ചെയ്യുന്നത്?
ലയബിലിറ്റി ആണ്, നമ്മൾ മുൻകൂട്ടി വാങ്ങിച്ചതാ, ചോദിച്ചാൽ പിന്നെ തിരിച്ചു കൊടുക്കണം, അതൊരു ലയബിലിറ്റി ആണ് നമ്മുടെ. ഓക്കെ, അപ്പൊ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിൽ കാണിക്കണം? ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Wages paid for construction or installation of an asset are debited to. Wages for construction and installation of an asset are debited to. Option A, asset concern. Option B, tangible. Option C, P&L account. And option D, none of the above. Wages paid for construction or installation of an asset. ഒരു അസറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് അല്ലെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഒരു വർക്കേഴ്സിന് കൊടുത്ത വേജസ് അത് എവിടെ ഡെബിറ്റ് ചെയ്യുന്നതാണ് നോക്കാം. ഇത് ഡെബിറ്റ് ചെയ്യേണ്ടത് അസറ്റ് കൺസേൺഡ് ഏതാണ്? ആ കൺസേൺഡ് ആയിട്ടുള്ള അസറ്റ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഈ വേജസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലല്ലേ എന്ന് ചോദിക്കും. ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്ന വേജസ് ഏതാണെന്നറിയാമോ? നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആ വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസ് ആണ് എവിടെ എഴുതുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ഓഫ് ആൻ അസറ്റ്, ഒരു അസറ്റിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷന് കൊടുത്ത വേജസ് ആർ ഡെബിറ്റഡ് ടു എന്താണ്? അസറ്റ് കൺസേൺഡ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. റോയാലിറ്റി പെയ്ഡ് ഓൺ ദ ബേസ് ഓഫ് സെയിൽസ് is debited to dash account. Royalty paid on the base of sales is debited to dash account. Option A, trading account. Option B, P&L account. Option C, both A and B. Option D, none of them. Royalty paid on the base of sales. അത് വരുന്നത് എവിടെയാണ്? P&L account debit സൈഡിലാണ്. ശ്രദ്ധിക്കണം, റോയാലിറ്റി രണ്ട് തരത്തിലുണ്ട്. ഓൺ ദ ബേസ് ഓഫ് പ്രൊഡക്ഷനും ഉണ്ട്, ഓൺ ദ ബേസ് ഓഫ് സെയിൽസും ഉണ്ട്. റോയാലിറ്റി ഓൺ ദ ബേസ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. പക്ഷെ റോയാലിറ്റി ഓൺ ദ ബേസ് ഓഫ് സെയിൽസ് ആണെങ്കിൽ അത് വരുന്ന എവിടെയാണ്? P&L അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Dash is the duty or tax paid on crossing the border of states or region. Dash is the duty or tax paid on crossing the border of state or region. Option A, import duty. Option B, export duty. Option C, octroi. Option D, freight. ഈ ഷിപ്മെന്റ് സമയത്ത് സ്റ്റേറ്റ് അല്ലെങ്കിൽ റീജിയന്റെ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സിനെ പറയുന്ന പേരാണ് ഒക്ട്രോയി. ഓക്കെ, അതിനെ പറയുന്ന പേരെന്താണ്? ഒക്ട്രോയി. അപ്പോ ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Joint stock companies have to prepare their balance sheet in the order of dash. Option A, liquidity. Option B, solvency. Option C, accountability. And option D, permanence. ബാലൻസ് ഷീറ്റിൽ രണ്ട് തരത്തിലുള്ള ഓർഡർ ആണുള്ളത്. ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്, ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസും ഉണ്ട്. ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, സോൾ പ്രിപ്പറേറ്റർഷിപ്പ് ഫേമുകളും പാർട്ണർഷിപ്പ് ഫേമുകളും ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണ്. പക്ഷെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളാണെങ്കിൽ ഇൻ ദ ഓർഡർ ഓഫ് എന്താണ്? പെർമനൻസ്. ഓക്കെ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഏത് ഓർഡറിലാണ് എഴുതേണ്ടത്? പെർമനൻസ് ഓർഡറിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൈനൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് എഴുതി പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.